ഓക്കെ, അടുത്ത ചാപ്റ്റർ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ ആണ്. ഇതിനകത്ത് മാഗ്നറ്റ്സിനെ കുറിച്ചായിരിക്കും കൂടുതൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റത്തത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ പ്രോപ്പർട്ടീസ്. നമ്മൾ ഓൾറെഡി ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ പ്രോപ്പർട്ടീസ് പഠിച്ചിട്ടുണ്ട്. ഏകദേശം അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പ്രോപ്പർട്ടീസും വരാം. ഇതിനകത്ത് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പോലെ അല്ല. കാരണം അവിടെ പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് സെപ്പറേറ്റ് സാധനങ്ങളാണ്. പക്ഷേ മാഗ്നറ്റിൽ അങ്ങനെയല്ല. ഒരു മാഗ്നറ്റിനകത്ത് തന്നെ നോർത്തും ഉണ്ടാവും സൗത്തും ഉണ്ടാവും. രണ്ടും കൂടി ഒരു മിക്സ് ആയിട്ടാണ് വരണം, അല്ലാണ്ട് സെപ്പറേറ്റ് അല്ല. സോ അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ടാവും. ഫസ്റ്റത്തെ കാര്യം, ഇവിടെ ക്ലോസ് ലൂപ്പ് ഫോം ചെയ്യും. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൽ അത് ഇല്ലായിരുന്നുണ്ട്. ഇവിടെ ക്ലോസ് ലൂപ്പ് ഫോം ചെയ്യും. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഫോം കണ്ടിന്യൂസ് ക്ലോസ് ലൂപ്സ്. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർത്തിൽ നിന്ന് സൗത്തിലേക്കാണ് പുറത്തുകൂടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പോവുക. പക്ഷേ മാഗ്നറ്റിൻ്റെ അകത്തുകൂടെ അത് സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് പോകും. അങ്ങനെ ഒരു കംപ്ലീറ്റ് ലൂപ്പ്, ഒരു ക്ലോസ് ലൂപ്പ് അവിടെ ഫോം ചെയ്യുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, സിമ്പിൾ കാര്യങ്ങളുള്ളൂ. പിന്നെ അവിടെ പറഞ്ഞ പോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യില്ല, അത് ഓർത്തോളണം. പിന്നെ വേറൊരു കാര്യം, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൽ പറഞ്ഞ പോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കിട്ടാനായിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈനിന് ടാൻജൻറ്റ് വരച്ചാൽ മതി. ഒരു പോയിന്റിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കിട്ടാൻ മാഗ്നറ്റിക് ഫീൽഡ് ലൈനിന് ടാൻജൻറ്റ് വരയ്ക്കുക. ഇഫ് വി ഡ്രോ എ ടാൻജൻറ്റ് ടു എ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ അറ്റ് എ പോയിന്റ്, we get the direction of the magnetic field at that point. ഓക്കെ, പിന്നെ ഒരു സ്ഥലത്ത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണം കൂടുതലാണെങ്കിൽ അവിടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കൂടുതലായിരിക്കും. അതൊക്കെ ജസ്റ്റ് ലോജിക്കൽ കാര്യങ്ങളാണ് കേട്ടോ, വലിയ സംഭവമൊന്നുമില്ല. ഇനി ഡൈപോൾ അനാലജി ഉണ്ട്. അതായത് നമുക്ക് ഇലക്ട്രിക് ഫീൽഡിൽ ചില സാധനങ്ങളില്ല, അതിന് പകരമായിട്ട് മാഗ്നറ്റിക് ഫീൽഡിൽ ചില സാധനങ്ങളുണ്ട്. ഇപ്പോൾ ഫോഴ്സിനും പോലെ തന്നെ ടോർക്കുള്ള പോലെ തന്നെ റൊട്ടേഷനിൽ ടോർക്കുള്ള പോലെ ഇലക്ട്രിക് ഫീൽഡിൽ ചില സാധനങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ അതേ ടൈപ്പ് തന്നെ മാഗ്നറ്റിക് ഫീൽഡിലും ഉണ്ടാവും. അപ്പോൾ അതും ജസ്റ്റ് മാറ്റി കൊടുത്താൽ മതി. ഇക്വേഷൻസ് ഒന്നും എല്ലാം നമ്മൾ കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല. ഇലക്ട്രിക് ഫീൽഡിനകത്ത് നമുക്ക് ഇക്വേഷൻസ് അറിയാമെങ്കിൽ അത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, മാഗ്നറ്റിക് ഫീൽഡിലെ ഇക്വേഷൻസും കിട്ടും. ഇപ്പം ഇലക്ട്രിക് ഫീൽഡിൻ്റെ അകത്ത് നമ്മുടെ ഇക്വേഷൻ, ഇപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിക്കണമെന്ന് വിചാരിച്ചു. ഓക്കെ, ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ അകത്ത് നമുക്ക് 1/ε0 ഉണ്ട്. ഇവിടെ അതിന് μ0 ആണ്. കാരണം ഒന്ന് ആലോചിച്ച് നോക്കിയേ, 1/4πε0 നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് വെച്ചാൽ 1/4πε0. അതിന് പകരം മാഗ്നറ്റിക് ഫീൽഡിലേക്ക് വന്നപ്പോൾ μ0/4π എന്നാണ്. ആ 4πക്ക് വ്യത്യാസമില്ല. ആ 1/ε0ക്ക് പകരം μ0 കയറി വരും ഇത്. അപ്പോൾ അത് മാത്രം ഒന്ന് ഓർത്ത് വെച്ചേക്കാം. 1/ε0ക്ക് പകരം μ0 എന്ന് ആയിരിക്കും. ഓക്കെ, പിന്നെ പിക്ക് പകരം എം ആയിരിക്കും. നമുക്ക് മാഗ്നറ്റിക് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻ്റ് ഉണ്ടായിരുന്നു പി, ഇലക്ട്രിക് ഡൈപോൾ മൊമെൻ്റ് പി. അതിന് മാഗ്നറ്റിക് മൊമെൻ്റ് ഉണ്ട് എം. ഓർത്തോളെ, മാഗ്നറ്റിക് മൊമെൻ്റ് എന്ന സാധനം ഉണ്ട് എം. ഇത്രേ ഉള്ളൂ. ഇതൊക്കെയാണ് വലിയ സംഭവമൊന്നുമല്ല കേട്ടോ, ചിലപ്പോൾ എളുപ്പം കിട്ടാമെന്നുള്ളൂ. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കുക. പിന്നെ ഇലക്ട്രിക് ഫീൽഡിൽ ഇ ഉണ്ടായിരുന്നു. ഇലക്ട്രിക് ഫീൽഡ് ഇ ആണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ബി ആണ്. ഓക്കെ, ക്യാപിറ്റൽ ബി ആണ്. അത്ര അറിയാമെങ്കിൽ നമുക്ക് ജസ്റ്റ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇപ്പോൾ ഉദാഹരണത്തിന് ഫസ്റ്റ് ചാപ്റ്റർ പഠിക്കാനുണ്ടായിരുന്നു ഇലക്ട്രിക് ഫീൽഡ് ഇലക്ട്രിക് ഫീൽഡ് ഓൺ ദി ആക്സിയൽ ലൈൻ ഡ്യൂ ടു എ ഡൈപോൾ. ഡൈപോൾ കാരണം ആക്സിയൽ ലൈനുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ 1/4πε0 2p/r³ ആയിരുന്നു. അപ്പോൾ ഇവിടെ എന്താ വ്യത്യാസം, എന്താ 1/4πε0ക്ക് വരും μ0/4π വരും. ഓക്കെ, പിന്നെ 2p/r³ വരും 2m/r³ വരും. അത്രേ ഉള്ളൂ. അല്ല, പിക്ക് വരെ എം വന്നു, 1/ε0ക്ക് വരും μ0 വന്നു. അത്രേ ഉള്ളൂ. അതേപോലെ ഇലക്ട്രിക് ഫീൽഡ് ഓൺ ദി ഇക്വറ്റോറിയൽ ലൈൻ ആണെങ്കിലോ അത് 1/4πε0 p/r³ ആയിരുന്നു. ഇവിടെ ആകുമ്പോൾ μ0/4π m/r³ ആവും. അത്രേ ഉള്ളൂ. പിന്നെ ടോർക്കിൻ്റെ ഇക്വേഷൻ അവിടെ p×e ആയിരുന്നു. ഇവിടെ എന്താ വരും, പിക്ക് വരെ എം, ഇക്ക് പകരം ബി. ഇവിടെ എന്തായിരിക്കും, അപ്പോൾ m×b വരും. പൊട്ടൻഷ്യൽ എനർജി അവിടെ -p.e ആയിരുന്നു. ഇവിടെ -m.b വരും. അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്ത എന്താണ് മാഗ്നറ്റിക് ഫ്ലക്സ്. മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇലക്ട്രിക് ഫ്ലക്സ് പഠിച്ചില്ലേ, സെയിം സെൻറ്റൻസ് മതി. ഇവിടെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് കൊടുത്താണ്. ആ സെയിം സെൻറ്റൻസിന് ചെറുതായിട്ട് മാറ്റി പറയാം. അവിടെ എന്താ പഠിച്ച, ഇലക്ട്രിക് ഫ്ലക്സ് എന്താ പഠിച്ചത്, നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് നോർമൽ ത്രൂ എ സർഫസ് എന്നായിരുന്നു. ഇലക്ട്രിക് ഫ്ലക്സ് അസോസിയേറ്റഡ് വിത്ത് എ സർഫസ് ഈസ് ദി നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് നോർമൽ ത്രൂ ദ സർഫസ്. ഇത് തിരിച്ചു പറയാം, മാഗ്നറ്റിക് ഫ്ലക്സ് അസോസിയേറ്റഡ് വിത്ത് എ സർഫസ് ഈസ് ദി നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് നോർമൽ ത്രൂ ദ സർഫസ്. ഫ്ലക്സിൻ്റെ ഇക്വേഷൻ അവിടെ എന്തായിരുന്നു, ഇൻ്റഗ്രൽ B.ds ആയിരുന്നു. ഇവിടെ എസിനൊരു എ ഉപയോഗിച്ച് മാത്രമേ ഉള്ളൂ, B.a. ഓക്കെ, അല്ലെങ്കിൽ ഇൻ്റഗ്രൽ B.d എന്നൊക്കെ പറയാം. ഇതൊക്കെ ജസ്റ്റ് ഒരേ കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ അവിടെ നമുക്ക് ഇലക്ട്രിക് ഫ്ലക്സിന് അങ്ങനെ ഒരു വാക്ക് യൂണിറ്റ് ആയിട്ട് ഉണ്ടായിരുന്നില്ല, ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ നമുക്കൊരു വാക്കുണ്ട്, വെബർ എന്ന് പറഞ്ഞൊരു വാക്ക് പറയുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ ഇക്വേഷൻ വെബറാണ്.
അല്ലെങ്കിൽ ടെസ്ല മീറ്റർ സ്ക്വയർ, കാരണം മാഗ്നറ്റിക് ഫീൽഡിൻ്റെ യൂണിറ്റ് ടെസ്ലയാണ്. അപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ യൂണിറ്റ് ടെസ്ല മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ വെബർ എന്ന് പറയാം. വെബർ ഓർത്തുകൊണ്ട് വെബർ ചോദിക്കും. മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ SI യൂണിറ്റ് എന്താണ്? വെബറാണ്. അടുത്തത് ഗോസ് ലോ ഓഫ് മാഗ്നറ്റിസം എന്താണ്? ഗോസ് ലോ ഓഫ് മാഗ്നറ്റിസം ഭയങ്കര എളുപ്പമാണ്. ഗോസ് ലോ ഓഫ് മാഗ്നറ്റിസം ഇത്രേ ഉള്ളൂ. അതായത് അവിടെ ഗോസ് ലോ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. ദ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എ ക്ലോസ് സർഫസ് ഈസ് ഈക്വൽ ടു 1/ε0 ടൈംസ് ദ ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സർഫസ് എന്നാണ് അവിടെ പഠിച്ചത് ഇലക്ട്രിക് ഫീൽഡ് ചാപ്റ്ററിൽ. ഇവിടെ പക്ഷേ അത്രയും കൂടി ഇല്ല. ദ ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ എ ക്ലോസ് സർഫസ് ഈസ് ഈക്വൽ ടു 0 എന്നാണ്. ഡയറക്റ്റ് 0 ആണ്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ വന്നേക്കുന്നത്? അതെന്താണ് അടുത്ത ചോദ്യത്തിന് ഉത്തരം. അതായത് ഇപ്പം നമുക്ക് ഇലക്ട്രിക് ഫീൽഡിനകത്ത് നമുക്ക് പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും സെപ്പറേറ്റ് ആയിട്ട് കിട്ടുമായിരുന്നു. പോസിറ്റീവ് നിൽക്കുന്നതിന് കൂടെ നെഗറ്റീവ് ആണ് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നോർത്തിൻ്റെ കൂടെ സൗത്ത് എന്തായാലും ഉണ്ടാവും. അപ്പം നോർത്ത് ഉണ്ടാക്കുന്ന ഫ്ലക്സിന് സൗത്ത് ക്യാൻസൽ ചെയ്യും. അങ്ങനെയാണ് ടോട്ടൽ ഫ്ലക്സ് 0 ആയി പോകുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇവിടെ മാഗ്നറ്റിക് മോണോപോൾസ് ഇല്ല. മോണോപോൾസ് എന്ന് വെച്ചാൽ ഓരോരുത്തർ എഴുതാം. പകരം ഡൈപോളേ ഉള്ളൂ. അപ്പോൾ അതാണ് ക്വസ്റ്റ്യൻ. വൈ ഡസ് ദ ഗോസ് ലോ ഇൻ മാഗ്നറ്റിസം ഗീവ് എ നൾ റിസൾട്ട്? ബിക്കോസ് മാഗ്നറ്റിക് മോണോപോൾസ് ഡു നോട്ട് എക്സിസ്റ്റ്. ക്ലിയർ അല്ലേ? മാഗ്നറ്റിക് മോണോപോൾസ് ഇല്ല. ഇതാണ് എൻ്റെ കാരണം. അടുത്തത്, എന്താണ് മാഗ്നറ്റൈസേഷൻ? അതിൻ്റെ യൂണിറ്റും ഡയമെൻഷനും ഒക്കെ എഴുതുക. മാഗ്നറ്റൈസേഷൻ എന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ. ഈ ഒരു മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻ്റ് ഉണ്ടാവും. മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻ്റ് M ഇല്ല, അത് 2 പോളിൻ്റെ ഇടയ്ക്കുള്ള, അതാണ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻ്റ്. ആ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻ്റ് ഡിവൈഡഡ് ബൈ വോളിയം, അത്രേ ഉള്ളൂ. ദ നെറ്റ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻ്റ് ഡെവലപ്ഡ് പെർ യൂണിറ്റ് വോളിയം. കണ്ണട പഠിച്ചോളൂ, ചില ഡെഫിനിഷൻസ് ഉണ്ട് അതേപോലത്തെ. ദ നെറ്റ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻ്റ് ഡെവലപ്ഡ് പെർ യൂണിറ്റ് വോളിയം. ഇതാണ് എന്ത്? മാഗ്നറ്റൈസേഷൻ. മാഗ്നറ്റൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻ്റ് ഡെവലപ്ഡ് പെർ യൂണിറ്റ് വോളിയം. എന്ത് ഈ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻ്റ്? അപ്പുറത്ത് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻ്റ് ഉണ്ടായിരുന്നില്ല, അതുപോലെ തന്നെ. അതാണ് സ്മോൾ ലെറ്റർ M ഡിവൈഡ് ബൈ V ആണ്. M നെറ്റ് ബൈ V. ക്ലിയർ ആണല്ലോ? ദ നെറ്റ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻ്റ് ഡെവലപ്ഡ് പെർ യൂണിറ്റ് വോളിയം. ഇതാണ് സംഭവം. ഓക്കെ, കാണാൻ പഠിച്ചോളണം. പ്രത്യേകിച്ചൊന്നും കൂടുതലായിട്ട് തന്നെ പറഞ്ഞു തരാനില്ല, ഇത്രയും നേരത്തുള്ളൂ. ഇനി അടുത്തത്, എന്താണ് മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി? മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടില്ല, പക്ഷെ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്ന് ഇരിക്കുക. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്ന് ഇരിക്കുക. അപ്പോൾ ആ മാഗ്നറ്റിക് ഫീൽഡിന് ഒരു മെറ്റീരിയലിനെ മാഗ്നറ്റൈസ് ചെയ്യാനുള്ള കഴിവുണ്ടാവും. അതിൻ്റെ ആ കഴിവാണ് മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ മാഗ്നറ്റൈസിങ് ഫീൽഡ്. ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് എ മാഗ്നറ്റിക് ഫീൽഡ് ടു മാഗ്നറ്റൈസ് എ മെറ്റീരിയൽ. ഒരു മാഗ്നറ്റിക് ഫീൽഡിന് ഒരു മെറ്റീരിയലിനെ മാഗ്നറ്റൈസ് ചെയ്യാനുള്ള കഴിവാണെന്ത്? മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി. മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി ഈസ് ദ എബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു മാഗ്നറ്റൈസ്, എബിലിറ്റി ഓഫ് എ മാഗ്നറ്റിക് ഫീൽഡ് ടു മാഗ്നറ്റൈസ് എ മെറ്റീരിയൽ. അതാണ്. പിന്നെ ഇക്വേഷൻ കണ്ടുപിടിച്ച് വെച്ചോളണം. ഓക്കെ, ഇക്വേഷൻസ് എല്ലാം കണ്ടുപിടിച്ച് വെച്ചേക്ക്. H ഈസ് ഈക്വൽ ടു B/μ0 - M. ഓക്കെ, B എന്താ? മാഗ്നറ്റിക് ഫീൽഡ്. M എന്താണ്? മാഗ്നറ്റൈസേഷൻ. നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻ പഠിച്ചില്ല, മാഗ്നറ്റൈസേഷൻ ക്യാപിറ്റൽ M, അതാണ്. ഇനി എന്താണ് മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി? ഇത് യൂണിറ്റൊക്കെ നോക്കിയേക്കണേ. എന്താണ് എൻ്റെ മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി? സസെപ്റ്റബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി എന്താ? ഒരു ഫീൽഡിന് ഒരു മെറ്റീരിയലിനെ മാഗ്നറ്റൈസ് ചെയ്യാനുള്ള കഴിവാണ്. മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മെറ്റീരിയലിന് മാഗ്നറ്റൈസ്ഡ് ആകാനുള്ള കഴിവ് ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിന്. അപ്പോൾ മെറ്റീരിയലിനും മാഗ്നറ്റൈസ്ഡ് ആവാനുള്ള താല്പര്യം വേണമല്ലോ. അപ്പോൾ ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് ദ മെറ്റീരിയൽ ടു ബി മാഗ്നറ്റൈസ്ഡ് ഇൻ ആൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. കൊടുത്തിട്ടില്ല, മനസ്സിലാക്കി വെച്ചേക്കാം. അപ്പോൾ മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റിയുടെ ഇക്വേഷനാണ് കൈ എന്നുള്ള സിമ്പിൾ ഉപയോഗിച്ചേക്കുന്നത്. കൈ ഈസ് ഈക്വൽ ടു M/H. ഓക്കെ,
M/H എന്ന് വരും. M എന്താണ്? മാഗ്നറ്റൈസേഷൻ. H എന്താണ്? മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി. ഇനി മാഗ്നറ്റിക് പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു റേഷ്യോ ആണ്, അത്രേ ഉള്ളൂ. B/H കേട്ടോ. മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റിയുടെയും കൂടെ റേഷ്യോ ആണ് എന്ത്? മാഗ്നറ്റിക് പെർമിയബിലിറ്റി. അത്ര ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കണം. ഇതാണ്, ഇത്രേ ഉള്ളൂ. ഇതാണ് ഇതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ. ഇനി ഒരു ഇക്വേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മാഗ്നറ്റിക് പെർമിയബിലിറ്റിയും മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി ആയിട്ടുള്ള ബന്ധം. മാഗ്നറ്റിക് പെർമിയബിലിറ്റിയും മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി ആയിട്ടുള്ള ബന്ധം. ആ ഇക്വേഷൻ കാണാണ്ട് പഠിച്ച് വെച്ചോളണം. ഡെറിവേഷനും പഠിക്കണം, ഇക്വേഷൻ എന്തായാലും കാണാണ്ട് പഠിച്ച് വെക്കണം. Chi is equal to mu r minus 1 എന്നാണ്. ഓക്കെ, മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റിയും റിലേറ്റീവ് പെർമിയബിലിറ്റി ആയിട്ടുള്ള ബന്ധം. ഓക്കെ, Chi is equal to mu r minus 1 എന്നാണ്. പരീക്ഷയ്ക്ക് ചോദിച്ചത് എങ്ങനെയാണ്? ഒരു മെറ്റീരിയലിൻ്റെ കൈ അല്ലെങ്കിൽ സസെപ്റ്റബിലിറ്റി 4999 ആണെങ്കിൽ അതിൻ്റെ റിലേറ്റീവ് പെർമിയബിലിറ്റി എത്രയാണ്? കൈ mu r minus 1 അല്ലേ? അപ്പം mu r എന്താ? കൈ പ്ലസ് 1. അപ്പം നമ്മൾ ചോദിച്ചേക്കുന്ന റിലേറ്റീവ് പെർമിയബിലിറ്റി. അപ്പം mu r പ്ലസ് 1 ചെയ്യുക, സോറി കൈ പ്ലസ് 1 ചെയ്യുക. ഇപ്പം 4999 പ്ലസ് 1 5000 ആയിരുന്നു ഉത്തരം. ഒരു മാർക്ക് വെറുതെ കിട്ടും ജസ്റ്റ് ഈ ഇക്വേഷൻ അറിയാമെങ്കിൽ. കാരണം ഇക്വേഷൻസ് വെച്ച് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് കുറേ വരും. അത് മനസ്സിലാക്കി വെച്ചേക്ക്. ഇവർ തമ്മിലുള്ള ബന്ധം എന്താണ്? കൈ ഈസ് ഈക്വൽ ടു mu r minus 1 അല്ലെങ്കിൽ mu r ഈസ് ഈക്വൽ ടു കൈ പ്ലസ് 1. ഓക്കെ, അടുത്തത് ഡയാ പാര ഫെറോ മാഗ്നറ്റ്സ് തമ്മിലുള്ള വ്യത്യാസമുണ്ട്. പല ടൈപ്പ് മാഗ്നറ്റിക് മെറ്റീരിയൽസ് ഉണ്ട്. ഡയാമാഗ്നറ്റിക് ഉണ്ട്, ഫെറോ മാഗ്നറ്റിക് ഉണ്ട്, പാരാമാഗ്നറ്റിക് ഉണ്ട്. ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കേണ്ട ഒരു ഇത്രേ ഉള്ളൂ. ഡയാമാഗ്നറ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ മാഗ്നറ്റ് ബിഹേവ് ചെയ്യുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ബിഹേവ് ചെയ്യുന്നവരായിരിക്കും. ആര്? ഡയാമാഗ്നറ്റിക്. പാരാമാഗ്നറ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ മാഗ്നറ്റ് പോലെ പക്ഷേ വീക്കായിരിക്കും. ഫെറോ ആണെങ്കിൽ നോർമൽ മാഗ്നറ്റിൻ്റെ സ്ട്രോങ് വേർഷൻ. അത്രയൊന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ഓക്കെ, ഇനി നമുക്ക് ഡയയുടെ നോക്കാം. നോർമൽ ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ എങ്ങനെയാണ്? നോർമൽ ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ എങ്ങനെയാണ്? അതായത് ദൂരെ നിന്ന് മാഗ്നറ്റിന് അടുത്തേക്കല്ലേ വരുള്ളൂ നോർമലി ഉള്ളൊരു മാഗ്നറ്റിക് മെറ്റീരിയൽ. അതായത് മാഗ്നറ്റിന് അടുത്താണുള്ള സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ്, മാഗ്നറ്റിൻ്റെ അകലെയാണ് വീക്ക്. ഇപ്പോൾ വീക്കിൽ നിന്ന് സ്ട്രോങ്ങിലേക്കാണുള്ള സാധാരണ ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ വരിക. പക്ഷേ ഡയ അതിൻ്റെ തിരിച്ചായിരിക്കും. നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, ഡയ ഒരു വെറൈറ്റിയാണ്. ഡയ തിരിച്ച് ചെയ്യുക. ഡയ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ മാഗ്നറ്റിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും പോകും. അപ്പോൾ സ്ട്രോങ്ങിൽ നിന്ന് വീക്കിലേക്കായിരിക്കും പോകുക, മാഗ്നറ്റിന് അടുത്തുനിന്ന് അകലേക്ക് പോകും. ഓക്കെ, ഇത് വീക്ക്ലി മാഗ്നറ്റൈസ്ഡ് ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. മനസ്സിലായല്ലോ? വീക്ക്ലി മാഗ്നറ്റൈസ്ഡ് ഓപ്പോസിറ്റ് ടു ദി ഡയറക്ഷൻ ഓഫ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. അത് മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടേക്കാണോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട്. അതിൻ്റെ താഴെയുള്ള നോക്കുക, മൂവ്സ് ഫ്രം സ്ട്രോങ്ങർ ടു വീക്കർ പാർട്ട് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് കേട്ടോ. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രോങ്ങറിൽ നിന്ന് വീക്കറിലേക്ക്. മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടാണോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോവുക. സ്ട്രോങ്ങർ പാർട്ട് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ടു വീക്കർ പാർട്ട് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് പോവുക. പിന്നെ ഇവരുടെ കൈ നെഗറ്റീവ് ആയിരിക്കും. എക്സ് മറ്റേ സസെപ്റ്റബിലിറ്റി ഇല്ലേ, അത് നെഗറ്റീവാണ്. എന്തുകൊണ്ടാണ്? സസെപ്റ്റബിലിറ്റി എന്ന് വെച്ചാൽ എന്താ? ഒരു മെറ്റീരിയലിന് മാഗ്നറ്റൈസ്ഡ് ആവാനുള്ള അവരുടെ കഴിവ്. അവർക്ക് താല്പര്യമില്ല, അവർക്ക് മാഗ്നറ്റൈസ്ഡ് ആവണ്ട. അവർ മാഗ്നറ്റിൻ്റെ അടുത്ത് പോകുന്ന ആൾക്കാരാണ്. സോ അവരുടെ കൈ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. കൈ ലെസ് ദാൻ 0 ആണെങ്കിൽ mu r എന്തായിരിക്കും? ഒരു പ്ലസ് 1 കൂടെ വരുമല്ലോ. mu r ഇസ് കൈ പ്ലസ് 1 അല്ലേ. mu r ലെസ് ദാൻ 1 ആയിരിക്കും. മനസ്സിലാക്കുക, mu r ലെസ് ദാൻ 1 ആയിരിക്കും കേട്ടോ. മനസ്സിലാക്കി വെച്ചോളേ. പിന്നെ അടുത്തത് എൻ്റെ എക്സാമ്പിൾസ് ഒക്കെ പഠിച്ചു വെച്ചേക്കുക. വാട്ടറും സോഡിയം ക്ലോറൈഡ്, വെള്ളമൊക്കെ ഡയമാഗ്നറ്റിക് ആണ്, ഉപ്പ് ഡയമാഗ്നറ്റിക് ആണ്. പിന്നെ ഇതിനകത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എങ്ങനെയൊക്കെയാണെന്ന് നോക്കുക. പിന്നെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പുറത്തുകൂടെ ആയിരിക്കും, എക്സ്പെൽഡ് ഔട്ട്സൈഡ് ദി മെറ്റീരിയലാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് പാരാമാഗ്നറ്റിക്. പാരാമാഗ്നറ്റിക് നോർമൽ മാഗ്നറ്റ് തന്നെ, അതിൻ്റെ വീക്കർ വേർഷൻ. ഇറ്റ് ഈസ് വീക്ക്ലി മാഗ്നറ്റൈസ്ഡ് ടു ദി ഇൻ ദി ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ വീക്ക്ലി മാഗ്നറ്റൈസ്ഡ് ആണ്. മൂവ്സ് ഫ്രം വീക്കർ ടു സ്ട്രോങ്ങർ, നോർമൽ പോലെ വീക്കറിൽ നിന്ന് സ്ട്രോങ്ങറിലേക്കായിരിക്കും നീങ്ങുക. കൈ പോസിറ്റീവാണ് പക്ഷെ ചെറുതാണ്. അതായത് കൈ എന്താണ്? അതിന് മാഗ്നറ്റൈസ്ഡ് ആവാനുള്ള അതിൻ്റെ ആഗ്രഹം, പക്ഷെ അത് പോസിറ്റീവാണ് എന്തായാലും, പക്ഷെ ചെറുതാണ്. ലെസ് ദാൻ ജസ്റ്റ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. mu r ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. അലൂമിനിയം, സോഡിയം, കാൽഷ്യം ഒക്കെയാണ് എക്സാമ്പിളായിട്ട് വരിക. എക്സാമ്പിൾ കാണാൻ പഠിച്ചു വെച്ചോളണം. പിന്നെ ഇവരുടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉള്ളിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, മാഗ്നറ്റിൻ്റെ ഉള്ളിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ അധികം ഒന്നും വരച്ചിട്ടില്ല, ശ്രദ്ധിച്ചോണേ. പക്ഷേ ഫെറോ മാഗ്നറ്റിലേക്ക് വരുമ്പോൾ ഇതിനാണ് സ്ട്രോങ്ങർ വേർഷൻ. മൂവ്സ് ഫ്രം വീക്കർ ടു സ്ട്രോങ്ങർ പാർട്ട് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്, സ്ട്രോങ്ലി മാഗ്നറ്റൈസ്ഡ്. ഓക്കെ, ശ്രദ്ധിച്ചോണേ, സ്ട്രോങ്ലി മാഗ്നറ്റൈസ്ഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടേക്കാണോ അങ്ങോട്ടേക്ക് സ്ട്രോങ്ലി മാഗ്നറ്റൈസ്ഡ് ആണ്, അങ്ങോട്ടേക്ക് ഇവർ പോകത്തുള്ളൂ, ആ രീതിക്കാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? പിന്നെ ഇവരുടെ കൈ ഗ്രേറ്റർ ദാൻ 0 ആണ്. ഗ്രേറ്റർ ദാൻ 0 ആണ്. കൈ എന്തായാലും പോസിറ്റീവ് ആയിരിക്കും, അതുപോലെ തന്നെ വലുതുമായിരിക്കും. ഗ്രേറ്റർ ദാൻ 0 അല്ല, ഗ്രേറ്റർ ദാൻ 1, മച്ച് ഗ്രേറ്റർ ദാൻ 1 ആണ്.
കാരണം ഇവർക്ക് ഭയങ്കര താല്പര്യമാണ് മാഗ്നറ്റൈസ്ഡ് ആവാനായിട്ട്. അതുകൊണ്ട് മ്യൂആറും ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. അയൺ, കൊബാൾട്ട്, നിക്കൽ കണ്ട എക്സാമ്പിൾ. പിന്നെ പടം കണ്ടാൽ അറിയാമല്ലോ, ഹൈലി കോൺസെൻട്രേറ്റഡ് ആണ്. പടത്തിൽ നിന്ന് തന്നെ മനസ്സിലാവും. ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇത് വെച്ചിട്ടാണ് പിന്നെയുള്ള എല്ലാ ചോദ്യങ്ങളും ചോദിച്ചേക്കുന്നത്. മിക്ക ചോദ്യങ്ങളും ഇതൊക്കെ വെച്ച് തന്നെയാണ് കേട്ടോ. പിന്നെ ഇത് ഈ ഒരു എക്സാമ്പിൾസ് പഠിച്ച് വെച്ചോളണം. 14ാമത്തെ ക്വസ്റ്റ്യനിൽ ഡയമാഗ്നറ്റിക്കും ഫെറോമാഗ്നറ്റിക്കും ആയിട്ടുള്ള മെറ്റീരിയൽസിൻ്റെ എക്സാമ്പിൾസ് കണ്ടു പഠിച്ച് വെച്ചോളണം. വേറെ ഓപ്ഷൻ ഇല്ല. വാട്ടർ, സോഡിയം ക്ലോറൈഡ്, ഡയമണ്ട്, ഗോൾഡൊക്കെ ഡയമാഗ്നറ്റിക് ആണ്. അങ്ങനെ കുറേ ഉണ്ട്. ജസ്റ്റ് എക്സാമ്പിൾസ് വായിച്ച് നോക്കുക, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പടമൊക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. ഇനിയുള്ളത് സൂപ്പർ കണ്ടക്ടേഴ്സിനെ കുറിച്ചുള്ളതാണ് കേട്ടോ. ഇനിയുള്ളൊരു 3 ക്വസ്റ്റ്യൻ അത് ഇമ്പോർട്ടൻ്റ് പഠിക്കാനുണ്ട്. എന്താണ് സൂപ്പർ കണ്ടക്ടേഴ്സ്? അതായത് നമുക്കറിയാം, അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, മെറ്റൽസ് ചൂടാക്കുമ്പോൾ അതിൻ്റെ റെസിസ്റ്റിവിറ്റി കൂടും. കാരണം അവർ ആൽഫ പോസിറ്റീവാണ്. അപ്പോൾ മെറ്റൽസ് തണുപ്പിക്കുമ്പോഴോ അവർ റെസിസ്റ്റിവിറ്റി കുറയില്ലേ? റെസിസ്റ്റിവിറ്റി കുറഞ്ഞാലും അവരുടെ കണ്ടക്ടിവിറ്റി കൂടും. അവർക്ക് നന്നായിട്ട് കറണ്ട് പാസ് ചെയ്യിക്കാൻ പറ്റും, നമുക്കറിയാം. അപ്പോൾ മെറ്റൽസ് തണുപ്പിക്കുമ്പോൾ നന്നായിട്ട് കറണ്ട് പാസ് ചെയ്യിക്കും. തണുപ്പിച്ച് മാക്സിമം ആക്കുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? അവർക്ക് റെസിസ്റ്റൻസ് 0 ആയിട്ട് മാക്സിമം കറണ്ട് പാസ് ചെയ്യിക്കാൻ പറ്റും. അങ്ങനെയുള്ളൊരു കേസിലാണ് നമുക്ക് സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന സാധനം വരുന്നത്. അതായത് മെറ്റൽസ് നമ്മൾ ഭയങ്കരമായിട്ട് കൂൾ ചെയ്ത് കഴിഞ്ഞാൽ അവർ പെർഫെക്റ്റ് കണ്ടക്ടിവിറ്റി കാണിക്കും, പെർഫെക്റ്റ് ഡയാമാഗ്നറ്റിസവും കാണിക്കും. അത് അവർക്ക് മാറ്റാൻ താല്പര്യമൊന്നുമില്ല, മാഗ്നറ്റിസം താല്പര്യമില്ല. ആ രീതിക്ക് അവർ, ആ കേസാണ് നമ്മളെന്ന് വിളിക്കുക സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് വിളിക്കുക. ഓക്കെ, അറ്റ് വെരി ലോ ടെമ്പറേച്ചേഴ്സ് മെറ്റൽസ് എക്സിബിറ്റ് പെർഫെക്റ്റ് കണ്ടക്ടിവിറ്റി ആൻഡ് പെർഫെക്റ്റ് ഡയാമാഗ്നറ്റിസം. മാഗ്നറ്റിസം ഒന്നുമില്ല, താല്പര്യമേ ഇല്ല മാഗ്നറ്റിസത്തിന്. അതാണ് എന്ത് സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആ കേസിൽ അവരുടെ കൈ -1ഉം μr 0 ആയിരിക്കും. കൈ <0 എന്ന് പറഞ്ഞാൽ കൈ -1 എന്ന് വരും. ഓക്കെ, ആൻഡ് μr 0 എന്ന് വരും. അത്രേ ഉള്ളൂ. പിന്നെ ഉള്ളത് ഹാർഡ് ഫെറോമാഗ്നറ്റും സോഫ്റ്റ് ഫെറോമാഗ്നറ്റുമാണ്. ഇത് സിമ്പിളാണ്, സംഭവമൊന്നുമില്ല. ചില ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസിൻ്റെ അകത്ത് നമ്മൾ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് എടുത്ത് കളഞ്ഞെന്ന് വിചാരിച്ചു. ഓക്കെ, എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് മാറ്റി ഒരു ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ എടുക്കുക, എന്നിട്ട് അതിൻ്റെ അകത്തുനിന്ന് നമ്മൾ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് എടുത്ത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെന്ന് വിചാരിക്കുക. ഇപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല കേട്ടോ അവിടെ, പക്ഷേ അവർക്ക് മാഗ്നറ്റൈസേഷൻ പേഴ്സിസ്റ്റ് ചെയ്യും. അവർക്കൊരു ചെറിയൊരു മാഗ്നറ്റിക് എഫക്റ്റ് അവിടെ ഉണ്ടെങ്കിൽ, എപ്പോഴും നിലനിൽക്കുമെങ്കിൽ, അതാണ് ഹാർഡ് ഫെറോമാഗ്നറ്റ്. അത്രേ ഉള്ളൂ. ഓക്കെ, അതായത് മാഗ്നറ്റിക് ഫീൽഡ് എടുത്ത് മാറ്റിക്കഴിഞ്ഞാലും അവരുടെ മാഗ്നറ്റിക് എഫക്റ്റ് ഉണ്ടെങ്കിൽ, ഓക്കെ, മാഗ്നറ്റൈസേഷൻ ഉണ്ടെങ്കിൽ, അതാണ് ഹാർഡ് ഫെറോമാഗ്നറ്റ്. അതിൻ്റെ എക്സാമ്പിളാണ് അൽനിക്കോയും ലോഡ്സ്റ്റോണും. ഓക്കെ, അൽനിക്കോയും ലോഡ്സ്റ്റോണിൻ്റെ എക്സാമ്പിളാണ്. ഇതാണ് പെർമനൻറ്റ് മാഗ്നറ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുക. കാരണം മാഗ്നറ്റായിട്ട് നിൽക്കണമല്ലോ, പെർമനൻറ്റ് മാഗ്നറ്റ് ഉണ്ടാക്കാൻ ഇതായിരിക്കും ഉപയോഗിക്കുക. പക്ഷേ അതേ സ്ഥാനത്ത് ചില ഫെറോമാഗ്നറ്റ്സ് മാഗ്നറ്റിക് ഫീൽഡ് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ മാഗ്നറ്റൈസേഷൻ ഉണ്ടാവില്ല. അവരാണ് സോഫ്റ്റ് ഫെറോമാഗ്നറ്റ്. ഇതിൻ്റെ എക്സാമ്പിളാണ് സോഫ്റ്റ് അയൺ. അയൺ അങ്ങനെയാണ് കേട്ടോ, നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ മാഗ്നറ്റിക് എഫക്റ്റ് ഒന്നും കാണിക്കുകയൊന്നുമില്ല. ഇതാണ് സോഫ്റ്റ് ഫെറോമാഗ്നറ്റ്. ഓക്കെ, ഒരു ഹൈ ടെമ്പറേച്ചറിൽ ഇവർ പാരാമാഗ്നറ്റിക് ആയിട്ട് മാറും. ആര്? ഫെറോമാഗ്നറ്റ്. ലാസ്റ്റത്തെ ടോപ്പിക് അതാണ്. അറ്റ് ഹൈ ടെമ്പറേച്ചർ ഫെറോമാഗ്നറ്റ് എന്തായിട്ട് മാറും? പാരാമാഗ്നറ്റ് ആയിട്ട് മാറും. പാരാമാഗ്നറ്റ് എന്തായിട്ട് മാറും? ഡയമാഗ്നറ്റിക് ആയിട്ട് മാറും. അത്രേ ഉള്ളൂ.